ഹായ് ഓൾ, വെൽക്കം ടു ആര്യ ഹിസ്റ്റോറിക്ക. എൻ്റെ പേര് ആര്യ ശ്രീകുമാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഞാൻ UGC നെറ്റ് ഹിസ്റ്ററിയിൽ ക്രാക്ക് ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ +2 ഹ്യൂമാനിറ്റീസ് ആയിരുന്നു എടുത്തത്. അപ്പോൾ തൊട്ടേ എനിക്ക് UGC നെറ്റ് എന്ന എക്സാമിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും അപ്പോഴാണ്. അതിനുശേഷം ഞാൻ ഡിഗ്രി ഹിസ്റ്ററി ചെയ്തു, PGയും ഹിസ്റ്ററിയിലാണ് ചെയ്തത്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ശരിക്കും ഈ എക്സാമിന് വേണ്ടി ഞാൻ പഠിച്ചു തുടങ്ങുന്നത്. അതായത് PGക്ക് പഠിക്കുമ്പോൾ തൊട്ടാണ് നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ PGക്ക് പഠിക്കുന്ന ഫസ്റ്റ് ഇയറിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് എക്സാം അറ്റംപ്റ്റ് ചെയ്യുന്നു, ഡിസംബർ 2023 ഷിഫ്റ്റ്. അപ്പോൾ ഈ പരീക്ഷ എപ്പോഴും ഒരു വർഷം 2 വട്ടമാണ് നടക്കുന്നത്, ഒന്ന് ജൂൺ ഷിഫ്റ്റും ഒന്ന് ഡിസംബർ ഷിഫ്റ്റും, 6 മാസം കൂടുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഡിസംബർ ഷിഫ്റ്റ് എഴുതി. പ്രത്യേകിച്ച് ഒന്നും പഠിച്ചിട്ടില്ല, ചുമ്മാ പോയി എഴുതിയതാണ്, ഒന്ന് അറിയാൻ വേണ്ടി, പരീക്ഷ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി പോയി എഴുതിയതാണ്. അപ്പോൾ ആ പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്തായാലും ഇത് അത്ര പാടുള്ള എന്ന് വെച്ചാൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ എഴുതിയെടുക്കാൻ പറ്റും, പഠിക്കാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് ഒന്നും അറിഞ്ഞൂടാത്ത പോലെ തോന്നുന്നത്. അങ്ങനെ ഒരു ചെറിയ കോൺഫിഡൻസ് ആ ഫസ്റ്റ് അറ്റംപ്റ്റിലേ വന്നു, പഠിച്ചു കഴിഞ്ഞാൽ ഇതെനിക്ക് പറ്റും എന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അടുത്ത അറ്റംപ്റ്റ് ജൂൺ 2024 അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. അതായത് 2023 അറ്റംപ്റ്റ് തൊട്ട് തന്നെ പേപ്പർ 1 ആണ് ഞാൻ ആദ്യം പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ചെറുതായിട്ട് നോട്ട് മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. പേപ്പർ 2 നമ്മൾ സബ്ജക്ട് പേപ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾ PGക്ക് പഠിക്കുന്നതുകൊണ്ടും അതിനപ്പോൾ വലുതായിട്ട് ഞാൻ പ്രാധാന്യം കൊടുത്തിരുന്നത്. ഞാൻ പേപ്പർ 1 എനിക്ക് ഒന്നും അറിയില്ല, പ്രത്യേകിച്ച് നമ്മൾ ഹ്യൂമാനിറ്റീസ് എടുത്ത് ഹിസ്റ്ററി എടുത്ത് വന്ന ആളുകൾക്ക് മാത്സ് ഒക്കെ, ഇപ്പം എനിക്ക് മാത്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ ടച്ച് വിട്ട് പോയിരിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പോഴത്തേക്കും അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ച് പഠിക്കണം. ഇപ്പോൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്തായാലും പേപ്പർ 1 വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, അതില്ല നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തേ ഇല്ലത്. അതൊക്കെ മനസ്സിലാക്കിയത് സ്വാഭാവികമായിട്ടും പേപ്പർ 1 കോൺസെപ്റ്റ്സ് ഓരോന്നോരോന്നായിട്ട് പഠിക്കാൻ തുടങ്ങി, നോട്ട്സ് എഴുതി വെച്ച് പയ്യെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ജൂണിൽ അറ്റംപ്റ്റ് ചെയ്തു, 2024 അറ്റംപ്റ്റ് ചെയ്തു. അപ്പോൾ ഫുള്ളായിട്ടൊന്നും പഠിച്ചില്ല, കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ ആ പേപ്പർ ഭയങ്കര എളുപ്പമായിരുന്നു. ആ സമയത്ത് ഇവരത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം മാറ്റിയിട്ട് അതൊരു റിട്ടേൺ എക്സാം ആക്കി, അതായത് OMR. അങ്ങനെ ആ ഒരു അറ്റംപ്റ്റ് കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അന്ന് രാത്രി തന്നെ ആ എക്സാം റദ്ദാക്കി റീ എക്സാം പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റിൽ റീ എക്സാം നടന്നു. ആ എക്സാമാണ് ശരിക്കും ഒരു ടേണിംഗ് പോയിൻ്റ് ആയത്. കാര്യം അതിന് ഭയങ്കര പാടായിട്ടുള്ളൊരു എക്സാമായിരുന്നു റീ എക്സാം. അതായത് മുന്നേ എഴുതിയത് എളുപ്പമായതുകൊണ്ട് അതുപോലെ ആയിരിക്കും എന്ന് കരുതി അവിടെ ചെന്നിരുന്നപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാത്തൊരവസ്ഥയിലേക്ക് പിന്നെയും വന്നു. അതായത് ഞാനിപ്പോൾ ആലോചിച്ചു, ഞാൻ ഇത്രയൊക്കെ പേപ്പർ 1 ഇത്രയൊക്കെ പഠിച്ച് വന്നിട്ടും എന്താണ് എനിക്കൊന്നും എഴുതാൻ പറ്റാത്തതെന്ന് ആലോചിച്ച് ഞാനവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം പേപ്പർ 2 പേപ്പർ 2 അറിയാവുന്ന കാര്യങ്ങൾ വളരെ കുറവായിരുന്നു ആ പേപ്പറിൽ. കാര്യം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാന റീസൺ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തു. ഈ എക്സാം ശരിക്കും ഒരു 3 മണിക്കൂറോളം ഉണ്ട്. ഒരു 4 മണിക്കൂർ 5 മണിക്കൂറോളം നമ്മൾ ആ ഒരു എക്സാം ഹോളിൽ ഇരിക്കണം, സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഈ എക്സാം ജസ്റ്റ് ഞാൻ 1/2 മണിക്കൂർ കൊണ്ട് എഴുതിയിട്ട് ബാക്കി എന്താ പറയുക 2.5 മണിക്കൂർ വെറുതെ അവിടെ കിടന്ന് ഉറങ്ങിയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അടുത്ത പിന്നെ എൻ്റെ മൈൻഡിൽ ഒറ്റ കാര്യമുള്ളൂ, ഇനി ഈ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരവസ്ഥ എനിക്ക് ഉണ്ടാവരുത്. അങ്ങനെ അടുത്ത ഡിസംബറിൽ അറ്റംപ്റ്റിന് വേണ്ടി ഞാൻ അത്യാവശ്യം കുറച്ചുകൂടെ പഠിച്ചിട്ട് പോയി. എപ്പോഴും വരുന്നൊരു പ്രശ്നം, ഞാൻ ഈ PG എക്സാമും ഈ ഒരു UGC നെറ്റ് എക്സാമും എപ്പോഴും ക്ലാഷ് വരും ഞങ്ങൾക്ക്, സെമസ്റ്റർ എക്സാമും UGC നെറ്റ് എക്സാമും. അപ്പോൾ അങ്ങനെ വരുമ്പം PG എക്സാമിനായിരിക്കും ആരായാലും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു ഡിസംബർ 2024 അറ്റംപ്റ്റ് ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടാണ് പോയത്. പഠിച്ചിട്ട് പോയപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്നാണ് എനിക്ക് സമയം പോകുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ലാസ്റ്റ് എനിക്ക് ടൈം നോക്കിയപ്പോൾ എനിക്ക് 5 മിനിറ്റേ ഉള്ളൂ, എല്ലാം അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ. അങ്ങനെ ആ അറ്റംപ്റ്റ് അത്യാവശ്യം പ്രതീക്ഷയുള്ള അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കാം, എന്തായാലും അത്യാവശ്യം പഠിച്ച് നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, നോക്കാം എന്താവും നോക്കാമെന്ന് കരുതി. അങ്ങനെ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ PhD ഉള്ളി ക്വാളിഫൈ ആയി. അപ്പോൾ സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും നെറ്റിലോട്ട് നമ്മൾ എത്തിയിട്ടില്ല. പക്ഷേ നെറ്റിലോട്ടുള്ള ദൂരം കുറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു അറ്റംപ്റ്റിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ പയ്യെ കയറി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ അടുത്ത ജൂൺ 2025 അറ്റംപ്റ്റ് വന്നു. അത് ഞാനൊന്നും കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോയില്ല. ഞാൻ PhD ഉള്ളിലേക്ക് എത്രയൊക്കെയാണോ പഠിച്ചത് അതുകൊണ്ടാണ് ഞാൻ പോയത്. കാര്യം ആ സമയത്ത് ലാസ്റ്റ് ഇയർ പ്രോജക്റ്റ് ഉണ്ട്, പിന്നെ സെമസ്റ്റർ എക്സാംസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ വന്നപ്പം സ്വാഭാവികമായിട്ടും ഇതിനുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുറയുകയും ബാക്കി പറഞ്ഞ പോലെ സെം എക്സാം ഇതൊക്കെ ആയിരുന്നു മൈൻഡിൽ. അങ്ങനെ ആ അറ്റംപ്റ്റ് കാര്യമായിട്ടൊന്നും പ്രിപ്പയർ ചെയ്യാതെ പോയി. അങ്ങനെ പോയി അത് എഴുതി. അത് ഞാൻ അതുവരെ എഴുതിയില്ല ഏറ്റവും പാടുള്ള നെറ്റ് എക്സാം ആയിരുന്നു. ഞാനപ്പോൾ ആലോചിച്ചു, ഒന്നും വെച്ചാൽ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്, കാര്യം നമ്മൾ കുറച്ച് മുന്നേ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിഫിക്കൽറ്റി ലെവൽ ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ എങ്ങനെയൊക്കെയോ 150 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ട് ജസ്റ്റ് അറിയാവുന്നതൊക്കെ ആൻസർ ചെയ്തിട്ട് വന്നു. അപ്പോൾ മൈൻഡിലുണ്ട് ഇനി അടുത്തതിന് എന്തായാലും ക്രാക്ക് ചെയ്യണം, ആ ഒരു കാര്യം മൈൻഡിലുണ്ട്. അങ്ങനെ എക്സാംസ് എല്ലാം കഴിഞ്ഞു, PG കഴിഞ്ഞു. കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഓഗസ്റ്റ് 5 തൊട്ട് ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഡിസംബർ 2025 ഷിഫ്റ്റിലേക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഓഗസ്റ്റ് 5 തൊട്ട് ജനുവരിയിലാണ് ഇതിൻ്റെ എക്സാം നടന്നത്, 2026 നടന്നത്. അപ്പം ഓഗസ്റ്റ് 5 തൊട്ട് ജനുവരി 5 വരെ ആയിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ. 5 months ഞാൻ ഇതിനുവേണ്ടി മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നാണ് പഠിച്ചത്. അപ്പം ഇനി ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നന്നായിട്ട് പഠിച്ചുകൊണ്ട് തന്നെ ഈ പരീക്ഷ എഴുതണം. ഞാൻ എൻ്റെ 5th അറ്റംപ്റ്റിലാണ് UGC നെറ്റ് ക്രാക്ക് ചെയ്യുന്നത് ഹിസ്റ്ററിയിൽ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതെനിക്ക് ഒറ്റൊരു മറുപടിയേ ഉള്ളൂ, നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോയ അറ്റംപ്റ്റാണ് ഞാൻ ക്രാക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്ത് നല്ല എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ചുകൊണ്ട് പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് UGC നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി വരും വീഡിയോസിൽ ഞാൻ എൻ്റെ കംപ്ലീറ്റ് സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ.